എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി മാത്സ് വാല്യൂവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലോക്ക് എന്ന മെന്റൽ എബിലിറ്റി ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ട് ക്ലാസ് ആണ്. ഞാൻ ശരത് വയനാട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാത്സ് വാല്യൂ ലേണിംഗ് ടിപ്സ്. നമ്മുടെ ചോദ്യം ഇതാണ്: കേടായ ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണും? ചോദ്യം ഒരിക്കൽ കൂടി: കേടായ ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണിക്കും? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. കേടായ ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കും. 2 തവണ കൃത്യസമയം കാണിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിന് നമ്മുടെ ക്ലോക്ക് കേടായത് 10 മണിക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ക്ലോക്കിൽ എപ്പോഴും കാണിക്കുന്നത് എന്ത് തന്നെയാ? 10 മണിയാണ്. ഇപ്പൊ രാവിലെ കറക്റ്റ് 10 മണിക്ക് നമ്മൾ ആ ക്ലോക്കിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരു തവണ കറക്റ്റ് സമയം കാണാം. രാത്രി 10 മണിക്ക് ക്ലോക്കിലേക്ക് നോക്കുമ്പോഴും ഒരു തവണ കൂടി കറക്റ്റ് സമയം കാണാം. അപ്പോൾ നമുക്ക് കേടായ ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കുന്നു. കേടായ സമയത്തിന്റെ AM-ഉം PM-ഉം ആയിരിക്കും. അടുത്ത ചോദ്യം: കണ്ണാടിയിലൂടെ നോക്കി കാണുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണിക്കും? എന്താണ്? കണ്ണാടിയിലൂടെ നോക്കി കാണുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ കൃത്യസമയം കാണും? അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് 3 മണി, ഒരു ക്ലോക്കിൽ 3 മണി ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ? ഇത് കണ്ണാടി കാണുമ്പോൾ എങ്ങനെയായിരിക്കും? 9 മണിയായിരിക്കും അല്ലെ? 3 മണി കണ്ണാടി കാണുമ്പോൾ എന്തായിട്ടാണ് ഉണ്ടാവുക? നേരെ തിരിഞ്ഞ് 9 മണിയായിട്ടാണ്. അപ്പൊ നമ്മൾ നേരെ നോക്കുമ്പോഴും കണ്ണാടിയിൽ നോക്കുമ്പോഴും ഒരേ സമയം കാണിക്കണം. അങ്ങനെ എത്ര തവണ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. 12 മണി. 12 മണിക്ക് 2 സൂചി ഇങ്ങനെ ഒന്നിച്ചാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അത് കണ്ണാടിയിൽ നോക്കിയാലും 12 മണിയായിട്ടാണ് കാണുക. അപ്പൊ നമുക്ക് 12 മണി കൃത്യസമയം കാണിക്കും. 12 AM-ഉം എടുക്കാം, 12 PM-ഉം എടുക്കാം. അതേപോലെ 6 മണി നോക്കിക്കേ. 6 മണി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കണ്ണാടിയിൽ കണ്ടാലും 6 മണിയാണ് അല്ലെ? അപ്പൊ നമുക്ക് 6 AM-ഉം എടുക്കാം, 6 PM-ഉം എടുക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? കണ്ണാടിയിലൂടെ കാണുന്ന ക്ലോക്ക് ഒരു ദിവസത്തിൽ 4 തവണ കൃത്യസമയം കാണിക്കും. മാറിപ്പോരുത്. കേടായ ക്ലോക്ക് ഒരു ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കും. എന്നാൽ കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്ന ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 4 തവണ കൃത്യസമയം കാണിക്കും. നമ്മുടെ ചോദ്യം ഇതാണ്: കേടായ ഒരു ക്ലോക്കിൽ സമയം 10 മണി എന്ന് കാണിച്ചിരിക്കുന്നു എങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ ക്ലോക്ക് എത്ര തവണ കൃത്യസമയം കാണിക്കും? എന്താണ്? കേടായ ഒരു ക്ലോക്കിലെ സമയം 10 മണിയാണ് എങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ ക്ലോക്ക് എത്ര തവണ കൃത്യസമയം കാണിക്കും? നമുക്കറിയാം, കേടായ ഒരു ക്ലോക്ക് ഒരു ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കും അല്ലെ? ഒരു ഉദാഹരണത്തിന് ഇപ്പം 10 മണിക്ക് തന്നെയാണ് കേടായതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് 2 തവണ എന്ന് പറയുന്നത് ഏതൊക്കെയാ? 10 AM-ഉം 10 PM-ഉം. അതായത് രാവിലെയുള്ള 10 മണിയും രാത്രിയുള്ള 10 മണിയും. എങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏത് മാത്രമേ പെടുന്നുള്ളൂ? നമ്മുടെ രാവിലത്തെ 10 മണി, 10 AM മാത്രമേ പെടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 1 തവണ. ഈ ചോദ്യത്തിന്റെ ഉത്തരം 1 തവണ എന്നതാണ്. കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്ന ഒരു ക്ലോക്കിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എത്ര തവണ കൃത്യസമയം കാണും? കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്ന ക്ലോക്കിലാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം, കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്ന ക്ലോക്ക് ഒരു ദിവസത്തിൽ 4 തവണയാണ് കൃത്യസമയം കാണും. ഏതൊക്കെ സമയമാണ്? 12 AM അല്ലെ? 12 PM, 6 AM, 6 PM. ഇതാണ് ആ 4. ഇപ്പൊ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ രാവിലെ 6 മണി, 6 AM മുതലാണ്. അപ്പൊ 6 AM എണ്ണണം,
അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 12 PM വരും അല്ലെ, 12 PM എണ്ണണം. അത് കഴിഞ്ഞ് വൈകുന്നേരം 6 മണി വരെ, അപ്പൊ നമുക്ക് 6 PM എണ്ണണം. അപ്പൊ എത്ര തവണ കാണിക്കുന്നു? 3 തവണ കാണിക്കുന്നു. അതായത് 12 AM ഒഴികെ ബാക്കിയുള്ള 3. ഇതാണ് നമ്മുടെ ഉത്തരം. അടുത്തത് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ചോദ്യം എന്താണ്? യഥാർത്ഥ സമയം 7:20 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? ക്ലോക്കിൽ യഥാർത്ഥ സമയം 7:20 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? വളരെ ഈസിയാണ്. നമുക്ക് തന്നിരിക്കുന്ന സമയം 11-ൽ കുറവാണോ എന്ന് നോക്കണം. 11-ൽ കുറവാണെങ്കിൽ നമ്മൾ ആ സമയത്തെ 11:60 നിന്നും കുറച്ചാൽ മതി. അതായത് 11:60 നിന്ന് 7:20 നമുക്ക് കുറയ്ക്കാം. നോക്കിക്കേ, 60-ൽ നിന്ന് 20 പോയാൽ നമുക്ക് 40 എന്ന് എഴുതാം. 11-ൽ നിന്ന് 7 പോയാൽ നമുക്ക് 4 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? 4:40. അപ്പൊ ഓർത്തു വെക്കുക, തന്നിരിക്കുന്ന സമയം 11-ൽ കുറവാണെങ്കിൽ നമുക്കതിനെ 11:60 നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. യഥാർത്ഥ സമയം 5:45 ആകുമ്പോൾ 5:45 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? അല്ലെ, 11-ൽ കുറവാണ്, നമുക്ക് 11:60 നിന്നും കുറയ്ക്കാം. 11:60 മൈനസ് 5:45. ഞാനിവിടെ ആദ്യം 60-ൽ നിന്ന് 40 നേരെ കുറയ്ക്കുന്നു. 60-ൽ നിന്ന് 40 പോയാൽ 20 ആണെന്ന് നമുക്കറിയാം. 20-ൽ നിന്ന് പിന്നെ ഒരു 5 കൂടി കുറയ്ക്കണം. അപ്പൊ നമുക്ക് 15. അതായത് 60-ൽ നിന്ന് 45 കുറച്ചാൽ 15. ഇനി 11-ൽ നിന്ന് 5 കുറയ്ക്കുന്നു, അപ്പൊ 6 എന്ന് കിട്ടുന്നു. നമ്മുടെ ഉത്തരം 6:15 ആണ്. യഥാർത്ഥ സമയം 12:30 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? യഥാർത്ഥ സമയം 12:30 ആകുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്ന സമയം 11-ൽ കൂടുതലാണ് അല്ലെ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് 11-ൽ കുറവാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. ഇനി 11-ൽ കൂടുതലാണെങ്കിൽ നമ്മളവിടെ 23:60 നിന്നും കുറയ്ക്കും. മിറർ ഇമേജ് കിട്ടാൻ 11-ൽ കൂടുതലാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കുക. 23:60 നിന്ന് 12:30 അങ്ങ് കുറച്ചാൽ മതി. 60-ൽ നിന്ന് 30 പോയാൽ 30. ഇനി ഇവിടെ 23-ൽ നിന്ന് 12 കുറയ്ക്കണം. 3-ൽ നിന്ന് 2 പോയാൽ 1, 2-ൽ നിന്ന് 2 പോയാൽ 1. നമ്മുടെ ഉത്തരം 11:30 ആയിരിക്കും. യഥാർത്ഥ സമയം 11:25 ആകുമ്പോൾ എത്രയാണ്? 11:25 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? 11-ൽ കൂടുതലാണ്, അപ്പൊ നമുക്ക് 23:60 നിന്ന് കുറയ്ക്കാം. 23:60 നിന്ന് 11:25 കുറയ്ക്കാം. 60-ൽ നിന്ന് 25 കുറയ്ക്കണം. ആദ്യം 20 കുറച്ചു, നമുക്ക് 40-ലേക്ക് എത്തി. പിന്നെ ഒരു 5 കൂടി കുറച്ചു, നമുക്ക് 35-ലേക്ക് എത്താം. 60-ൽ നിന്ന് 25 പോയാൽ 35. ഇനി 23-ൽ നിന്ന് 11 കുറയ്ക്കണം. 3-ൽ നിന്ന് 1 പോയാൽ 2, 2-ൽ നിന്ന് 1 പോയാൽ 1. നമ്മുടെ ഉത്തരം 12:35. യഥാർത്ഥ സമയം 5 ആകുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്ന പ്രതിബിംബം എത്രയാണ്? സോ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 11:60 നിന്ന് കുറച്ച് ഉത്തരം കിട്ടും. ഇനി അതല്ല, മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ. ഇവിടെ നോക്കിയേ, മിനിറ്റ് ഒന്നുമില്ല, മണിക്കൂർ മാത്രം. മണിക്കൂർ മാത്രമാണെങ്കിൽ നിങ്ങൾ മിറർ ഇമേജ് കാണാൻ 12-ൽ നിന്ന് അങ്ങ് നേരെ കുറയ്ക്കുക, ഉത്തരം എഴുതാം. നമ്മുടെ ഉത്തരം എത്രയാണ്? 12-ൽ നിന്ന് 5 പോയാൽ 7 ആണ്. അപ്പൊ നമുക്ക് 3 രീതിയിൽ പറയാം. 11-ൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? 11:60 നിന്നും കുറയ്ക്കണം. 11-ൽ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 23:60 നിന്ന് കുറയ്ക്കാം. ഇനി മണിക്കൂർ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 12-ൽ നിന്ന് നേരെ കുറയ്ക്കാം. ഈ 3 കാര്യം ഓർത്ത് വെച്ച ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം സെറ്റ് ആയിരിക്കും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ക്ലോക്കിലെ സമയം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണിക്കുന്നത് 8:50 എന്നാണ്.
എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും? ചോദ്യം നേരെ തിരിഞ്ഞു അല്ലെ. ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ കാണിക്കുന്ന പ്രതിബിംബം തന്നു 8:50, യഥാർത്ഥ സമയം ചോദിച്ചു. ഇവിടെയും നമ്മുടെ സെയിം ലോജിക്. 11-ൽ കുറവാണെങ്കിൽ 11:60 എന്ന് കുറയ്ക്കുക, 11-ൽ കൂടുതലാണെങ്കിൽ 23:60 എന്ന് കുറയ്ക്കുക, മണിക്കൂറിൽ മാത്രമാണെങ്കിൽ 12-ൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 8:50 ആണ്. നമുക്ക് ഏതിൽ നിന്ന് കുറയ്ക്കാം? 11:60-ൽ നിന്ന് ഈ 8:50 കുറയ്ക്കാം അല്ലെ. 60-ന്ന് 50 പോയാൽ 10 ആണ്, 11-ന്ന് 8 പോയാൽ 3 ആണ്. നമ്മുടെ ഉത്തരം 3:10 ആണ്. നമ്മുടെ അടുത്ത ചോദ്യം, സമയം 12:50 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? അല്ലെ, ഇതും മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്. അതായത് ഇത്രയേ ഉള്ളൂ. 12:50 എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഒരു ക്ലോക്കിൽ 12:50 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി എവിടെ വരും? കറക്റ്റ് 10-ൽ വരും അല്ലെ. ഇവിടെ 11 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇനി മണിക്കൂർ സൂചി എവിടെ വരും? നമ്മുടെ ഈ 1-നോടടുത്ത്, എന്നാൽ 1-ലല്ല, 1-നോടടുത്ത് വരും. അപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു ചെറിയ കോണളവാണ്. മനസ്സിലായത്? അതായത് ഇതും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ്, എന്നാൽ ഇതും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ്. അപ്പൊ രണ്ടുത്തരം ഇവിടെ വരുന്നുണ്ട്. രണ്ടുത്തരം വരും. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ പറഞ്ഞാൽ രണ്ടുത്തരം വരും. അപ്പൊ എപ്പോഴും മത്സര പരീക്ഷകളിൽ അതിൽ ചെറിയ കോണളവാണ് ഉത്തരമായിട്ട് പരിഗണിക്കുക എന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കോണളവ് കാണാം. ആ ഒരു ഇക്വേഷൻ നമ്മളെ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. 30h - 11/2m. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാം. ഇതിൽ h മണിക്കൂർ സമയവും m മിനിറ്റ് സമയവും കൊടുത്താൽ മതി. നമ്മൾ വേറൊരു ഷോർട്ട് കട്ടിലാണ് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. 12:50 ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ സൂചിയും ക്ലോക്കിലെ ഏത് സംഖ്യയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ഒന്ന് എഴുതി വെക്കും. അതായത് ഇപ്പൊ 12:50 ആകുമ്പോൾ മണിക്കൂർ സൂചി റെപ്രസെന്റ് ചെയ്യുന്നത് 12-നെ തന്നെയാണ് അല്ലെ. സൂചി 1-നോട് അടുത്തിട്ടാണ് ഉള്ളതെങ്കിലും സൂചി റെപ്രസെന്റ് ചെയ്യുന്നത് 1 മണി വരെ ആകുന്നത് വരെ ആ സൂചി 12-നെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂചി 10-നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. 10-ലെത്തുമ്പോഴാണ് 50 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ, ഇപ്പൊ 50 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ മിനിറ്റ് സൂചി 10 എന്നാണ് എഴുതുക. 30 മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് സൂചി 6-ലാണെന്ന് നമുക്കറിയാം അല്ലെ. 15 മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് സൂചി 3-ലാണെന്ന് നമുക്കറിയാം. അങ്ങനെ എഴുതാം. ഇനി ഒരു സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെക്കുക. വ്യത്യാസം കാണുക. എന്താണ്? 12-ഉം 10-ഉം തമ്മിലുള്ള വ്യത്യാസം കാണുക 2. ശേഷം 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി കൂട്ടുക. മിനിറ്റ് 50 ആണ്, 50-ന്റെ പകുതി 25 ആണ്. ഒന്നുകൂടി ഞാൻ പറയും. വ്യത്യാസം കാണുക, 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക. അങ്ങനെയാകുമ്പോൾ വ്യത്യാസം 2, 30 കൊണ്ട് ഗുണിച്ചു, 50-ന്റെ പകുതി 25 കൂട്ടി. ഇവിടെ ബോർഡ് മാസ് റൂള് പ്രകാരം ആദ്യം ഗുണിക്കണം. 2-ഉം 30-ഉം ഗുണിച്ച 60, 60-നോട് 25 കൂട്ടിയാൽ 85. നമ്മുടെ കോണളവ് എത്രയാകുന്നു? 85 ഡിഗ്രി ആകുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. നമ്മൾ 12:50 ആകുമ്പോൾ മണിക്കൂർ സൂചി 12-നെ റെപ്രസെന്റ് ചെയ്യുന്നു. 50 മിനിറ്റ് സൂചി 10-നെ റെപ്രസെന്റ് ചെയ്യുന്നു. ശേഷം വ്യത്യാസം കാണുക, 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക അല്ലെ. അപ്പം വ്യത്യാസം 2, 30 കൊണ്ട് ഗുണിച്ചു, 50-ന്റെ പകുതി 25 കൂടും. 2 × 30 60, 60-ഉം 25-ഉം നമ്മുടെ ഉത്തരം 85 ഡിഗ്രി. ഇവിടെ നോക്കിക്കേ. സമയം 7:20 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലെ. 7:20 ആകുമ്പോൾ, അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. 7:20 ആകുമ്പോൾ അല്ലെ, മണിക്കൂർ സൂചി 7-നെ റെപ്രസെന്റ് ചെയ്യുന്നു. 20 മിനിറ്റ് സൂചി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 4-ലാണ് അല്ലെ. ഇനി എന്താ നമ്മുടെ സ്റ്റെപ്പ്? വ്യത്യാസം കാണുന്നു.
അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടുന്നു. ശേഷം 30 കൊണ്ട് ഗുണിക്കുന്നു. മിനിറ്റിന്റെ പകുതി, അതായത് 20 മിനിറ്റിന്റെ പകുതി 10 കൂടി. 3ഉം 30ഉം ഗുണിച്ചാൽ 90, അല്ലെ? 3 30 90, 90ഉം 10ഉം 100. നമ്മുടെ ഉത്തരം 100 ഡിഗ്രിയാണ്. സമയം 8:15 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? അല്ലെ, എത്രയാണ്? 8:15. അപ്പൊ നമുക്ക് എഴുതാം 8:15. മണിക്കൂർ സൂചി 8നെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെ? മിനിറ്റ് സൂചി 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3നെ റെപ്രസെന്റ് ചെയ്യുന്നു. വ്യത്യാസം 8 - 3 5. 30 കൊണ്ട് ഗുണിക്കുന്നു. മിനിറ്റിന്റെ പകുതി 15ന്റെ പകുതി എത്രയാണ്? 7.5, അല്ലെ? 15ന്റെ പകുതി 7.5. 5 × 30, 5 3 15 ആണ്. അപ്പൊ 5 30 150 ആണ്. പ്ലസ് 7.5. നമ്മുടെ ഉത്തരം 157.5 ഡിഗ്രി. 157.5 ഡിഗ്രി എന്നും പറയാം. സമയം 3:30 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കുക, 3:30 നമ്മൾ എഴുതി 3:30. ഇനിയോ മണിക്കൂർ സൂചി 3നെയും 30 മിനിറ്റ് സൂചി 6നെയും റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വ്യത്യാസം കാണുക. 3 - 6 എത്രയാണ്? -3. നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് സംഖ്യകൾ കുറയ്ക്കുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. എങ്ങനെയാ? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, 6ന്ന് 3 പോയാൽ 3, 6ന്റെ ചിഹ്നം മൈനസ്. ഇനി 30 കൊണ്ട് ഗുണിക്കുക. മിനിറ്റിന്റെ പകുതി, ഈ 30ന്റെ പകുതി 15 കൂട്ടുക. ഇനി -3 × 30. ഒരു മൈനസ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും ഗുണിക്കുമ്പോൾ മൈനസ് ആണ് ഉത്തരം. -3 × 30 -90 പ്ലസ് 15 എന്ന് കിട്ടും. അപ്പോഴോ വീണ്ടും വലുതെന്ന് ചെറുത് കുറയ്ക്കാൻ വലുതിന്റെ ചിഹ്നം കൊടുക്കും. 90ന്ന് 15 പോയാൽ, 90ന്ന് 10 പോയാൽ 80 ആണ്. 5ഉം കൂടി പോയാൽ 75 ആണ്. വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ നമ്മൾ ക്രിയ ചെയ്യുമ്പം കിട്ടുന്നത് -75 ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, കോണളവ് മൈനസിൽ പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ 75 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി. കോണളവ് മൈനസിൽ പറയില്ല. ഉത്തരം എഴുതുമ്പോൾ 75 ഡിഗ്രി. ആദ്യം തന്നെ മൈനസ് ഒഴിവാക്കി ക്രിയ ചെയ്യരുത്. ഉത്തരം കിട്ടിയ ശേഷമേ മൈനസ് കളയാൻ പാടുള്ളൂ എന്ന കാര്യവും ശ്രദ്ധിക്കുക. ഇവിടെ സമയം 5:50 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 5:50. നമുക്ക് എഴുതി നോക്കാം. 5:50 പറഞ്ഞേ. മണിക്കൂർ സൂചി 5ന്, 50 മിനിറ്റ് സൂചി 50 മിനിറ്റ് ആകുമ്പോൾ 10ന്. വ്യത്യാസം കാണണം. വലുതിന്ന് ചെറുത് കുറയ്ക്കണം. 10ന്ന് 5 പോയാൽ 5, വലുതിന്റെ ചിഹ്നം മൈനസ്. × 30 പ്ലസ് 50 മിനിറ്റിന്റെ പകുതി 25. റെഡിയല്ലേ? ഇനി -5 × 30. 5 × 30 150 ആണ്. മൈനസും പോസിറ്റീവും ഗുണിക്കുമ്പോൾ അവിടെ മൈനസ് വരും. പ്ലസ് 25. വീണ്ടും വലുതെന്ന് ചെറുത് കുറയ്ക്കാം, വലുതിന്റെ ചിഹ്നം കൊടുക്കാം. 150ന്ന് 25 പോയാൽ നമുക്ക് നേരെ എഴുതാം 120. വലുതിന്റെ ചിഹ്നം മൈനസ്. കോണളവ് മൈനസിൽ പറയില്ല. നമ്മുടെ ഉത്തരം 125 ഡിഗ്രി എന്നായിരിക്കും. സമയം 10:10 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 10:10 ആകും. 10:10 ആകുമ്പോൾ, അല്ലെ, മണിക്കൂർ സൂചി 10നെ റെപ്രസെന്റ് ചെയ്യുന്നു. 10 മിനിറ്റ് സൂചി 2 എന്ന സംഖ്യ റെപ്രസെന്റ് ചെയ്യുന്നു. വ്യത്യാസം കാണാം. 10ന്ന് 2 പോയാൽ 8. 30 കൊണ്ട് ഗുണിക്കുന്നു. 10ന്റെ പകുതി 5 കൂട്ടും. റെഡിയല്ലേ? 8 × 3 24 ആണ്. അപ്പൊ 8 × 30 240 ആണ്. പ്ലസ് 5. നമ്മുടെ ഉത്തരം 245 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്.
ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് കിട്ടുന്ന കോണളവ് 180 ഡിഗ്രിയിൽ കൂടുതലായാൽ 360 നിന്ന് 245 അത് വീണ്ടും കുറച്ചെഴുതുക. 360 നിന്ന് 245 കുറച്ചെഴുതുക. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ 245 എത്ര കൂട്ടിയാൽ 360 കിട്ടുന്നതാണ് നോക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു 5 ഇട്ട് കൊടുത്തു. 5 ഇട്ട് കൊടുത്താൽ 245 250 എത്തും. പിന്നെ ഒരു 10 കൂടി ഇട്ട് കൊടുത്തു, അപ്പൊ 260 എത്തി. അപ്പൊ മൊത്തം 15 കൂട്ടിയപ്പോൾ 260 എത്തി. പിന്നെ ഒരു 100 കൂടി കൂട്ടിയാൽ 360 അപ്പൊ മൊത്തം 115. വ്യത്യാസം 115 ഡിഗ്രി. ഓർത്ത് വെക്കണം, കോണളവ് 180 കൂടുതലാണെങ്കിൽ 360 വീണ്ടും കുറയ്ക്കുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മള് 10 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഇതിൽ ഇതും മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള കോണളവാണ്, ഇതും മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള കോണളവാണ്. നമുക്ക് കിട്ടിയ 245 ഈ വലിയ കോണും 115 ഈ ചെറിയ കോണും രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 360. സോ രണ്ട് ഉത്തരം വരുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും പരിഗണിക്കുന്നത് ചെറിയ ഉത്തരമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എത്രയാണ്? 115 ഡിഗ്രിയാണ്. 9:10 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് അല്ലെ. 9:10 ആകുമ്പോൾ നോക്കിക്കേ, ഇവിടെ 9, ഇവിടെ 2, വ്യത്യാസം 7 × 30 + 10 മിനിറ്റിന്റെ പകുതി 5. 7 × 30 7 × 3 21. അപ്പൊ 7 × 30 210. 5 കൂടി കൂട്ടിയാൽ 215 അല്ലെ. ഇനി 180 കൂടുതലാണ്, നമ്മൾ 360 നിന്ന് 215 കുറയ്ക്കാൻ എത്രയാണ് കിട്ടുക? ഇവിടെ ഒരു 5 കൂട്ടിയാൽ 20 220. പിന്നെ ഒരു 40 കൂട്ടണം, അതായത് 45 കൂട്ടിയാൽ 260. പിന്നെ ഒരു 100 കൂടി കൂട്ടിയാൽ 360. അപ്പൊ നമുക്കിവിടെ 145 ഡിഗ്രി. നമ്മുടെ ഉത്തരം എത്രയാണ്? 145 ഡിഗ്രി. സമയം 5:25 ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് അല്ലെ. 5:25 നോക്കിക്കേ, ഇവിടെ 5:25 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 5-നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വ്യത്യാസം കാണാം, നമുക്ക് 0 എന്ന് കിട്ടും. 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക. 25ന്റെ പകുതി, 20ന്റെ പകുതി 10, 5ൻ്റെത് 2.5 അപ്പൊ നമുക്ക് 12.5 എന്ന് എഴുതാൻ പറ്റും. ഇനി ഗുണിക്കുമ്പോൾ 0-ഉം 30-ഉം ഗുണിച്ചാൽ 0, ആ ഒരു ഭാഗം ക്യാൻസലായി. പിന്നെ നമ്മുടെ ഉത്തരം എത്രയാണ്? 12.5 ഡിഗ്രി. നമ്മുടെ ഉത്തരം എത്രയാണ്? 12.5 ഡിഗ്രിയാണ്. സമയം 4 മണി ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്. ഇവിടെ നമുക്ക് തന്നത് വെറും മണിക്കൂർ മാത്രമാണ് അല്ലെ. 4 മണി. ഈ മണിക്കൂർ മാത്രമാണ് കോണളവ് കാണാൻ. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ വളരെ എളുപ്പമാണ്. നേരെ 30 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓർത്ത് വെക്കുക, മണിക്കൂർ മാത്രമാണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാൻ 30 കൊണ്ടങ്ങ് ഗുണിക്കാം. 4 × 30 4 × 3 12 ആണ്. 4 × 30 120 ആണ്. നമ്മുടെ ഉത്തരം എത്രയാണ്? 120 ഡിഗ്രിയാണ്. സമയം 7 മണി ആകുമ്പോൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 7 മണി. മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ, 30 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. 7 × 3 21. 7 × 30 210. ഇവിടെ 180 കൂടുതലായതുകൊണ്ട് 360 - 210. 10നോട് 50 കൂട്ടിയാൽ 60. അതായത് 210നോട് ഒരു 50 കൂട്ടിയപ്പോൾ 260. പിന്നെ ഒരു 100 കൂട്ടണം അല്ലെ. അപ്പൊ 100-ഉം 50-ഉം മൊത്തം എത്രയാണ്? 150 ഡിഗ്രി. ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. അതായത് സമയം 11:30 ആകുമ്പോൾ ക്ലോക്കിലെ ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്ക് സൂചികൾ തിരിയുന്ന ദിശയിലേക്കുള്ള കോണളവ് എത്രയാണ്? എന്താണ്? സമയം 11:30 ആകുമ്പോൾ ക്ലോക്കിലെ ചെറിയ സൂചിയിൽ നിന്നും വലിയ സൂചിയിലേക്ക് സൂചികൾ തിരിയുന്ന ദിശയിലേക്കുള്ള കോണളവ്. അപ്പൊ നമുക്ക് നോക്കാം.
11:30 കോണളവ് ഒന്ന് കണ്ടുപിടിക്കും. അല്ലെ, ഇവിടെ എന്ത് വരുന്നു? 11. 30 മിനിറ്റ് ആകുമ്പോ 6, വ്യത്യാസം 5. 30 കൊണ്ട് ഗുണിക്കുന്നു, 30ന്റെ പകുതി 15 കൂടുന്നു. 5 ഗുണം 3 15. 5 ഗുണം 30 150ഉം 15ഉം നമുക്ക് കിട്ടുന്നത് 165 ഡിഗ്രിയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്റ്റ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനല്ല പറഞ്ഞു. ക്വസ്റ്റ്യൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമുക്കതൊന്ന് വരച്ചു നോക്കാം. 11:30 നമുക്ക് ഏകദേശം ഒന്ന് വരയ്ക്കാം. മിനിറ്റ് സൂചി 6, റെഡിയാണ്. മണിക്കൂർ സൂചി 11നും 12നും ഇടയ്ക്ക്. ഇതില് ചെറിയ സൂചി എന്ന് പറയുന്നത് നമ്മുടെ മണിക്കൂർ സൂചിയും വലിയ സൂചി എന്ന് പറയുന്നത് നമ്മുടെ മിനിറ്റ് സൂചിയുമാണ്. അല്ലെ, ചെറിയ സൂചി അത് ഏത് ക്ലോക്ക് എടുത്താലും വാച്ച് എടുത്താലും ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ചെറിയ സൂചിയിൽ നിന്ന് വലിയ സൂചിയിലേക്ക്, അല്ലെ, അങ്ങനെയാണ് കോണളവ് കാണേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ പോവാം. ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈഡിലുണ്ട്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് സൂചികൾ തിരിയുന്ന ദിശയിലേക്കുള്ള കോണളവ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോൾ ഈ കോണളവാണ് ചോദിച്ചത്. അപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇത്തവണ നമ്മളോട് ചോദിച്ചത് വലിയ കോണളവാണ്. നമുക്ക് കിട്ടിയ 165 180-നെക്കാട്ടും ചെറുത്, അതായത് ഈ സൈഡിലാണ്. നമ്മളോട് ചോദിച്ചത് ഈ സൈഡിലെ കോണളവാണ്. അത് കിട്ടാൻ നമ്മൾ 360-ൽ നിന്ന് 165 അങ്ങ് കുറയ്ക്കാം. ഞാൻ 360 നേരെ 100 കുറച്ചു. എത്രയാ? 260, അല്ലെ. പിന്നെ ഞാൻ 60 അങ്ങ് കുറഞ്ഞു. അപ്പൊ എനിക്ക് 200-ൽ പിന്നെ 5ഉം കൂടി അങ്ങ് കുറഞ്ഞു. അപ്പൊ 195. 360 165 പോയ 195. ഇത്തവണ നമ്മുടെ ഉത്തരം എന്താണ്? 195 ഡിഗ്രി. അപ്പൊ ഓർത്തു വെക്കുക, ഇത്തവണ നമ്മുടെ ഉത്തരം എന്താണ്? 195 ഡിഗ്രി. ഇവിടെ നമ്മളോട് കൃത്യമായിട്ട് ഇന്ന സൈഡിലെ കോണളവ് ചോദിച്ചത് കൊണ്ട് കറക്റ്റ് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കോണളവ് 180ന്റെ മേലേക്ക് എടുക്കാനുള്ള കാരണം. ഇതൊന്നുമില്ലാതെ ഡയറക്റ്റ് കോണളവ് ചോദിച്ച, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ഡയറക്റ്റ് അങ്ങ് ചോദിച്ച് സമയം തന്നിട്ട് ചോദിച്ച, നമ്മൾ എപ്പോഴും 180 വരെയുള്ള ആൻസർ എടുക്കുള്ളൂ. 180-ൽ കൂടുതൽ വന്നാൽ അവിടെയൊക്കെ 360 കുറച്ചോളണം. പക്ഷെ ഇതുപോലെ എടുത്തു പറയുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാം, ചെറുതാണോ വേണ്ടത് അല്ലെങ്കിൽ വലുതാണോ വേണ്ടത്. ഈ ഒരു ചോദ്യത്തിൽ 165 എന്ന ഉത്തരം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പോലും ആ ഉത്തരം എന്തായിരിക്കും? തെറ്റായിരിക്കും. കാരണം കൃത്യമായിട്ട് ഇന്ന സൈഡിൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ക്ലോക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ ഈ അടുത്ത ക്ലാസ്സിലുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് കണ്ണാടിയിലെ പ്രതിബിംബവും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവും. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലാസ്സിന്റെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.